അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വീട്ടിൽ മാങ്ങ നോക്കിയപ്പോൾ മാങ്ങ കാണാനില്ല. അത് 2 ദിവസം മുമ്പ് ഞാൻ തന്നെ ഉപ്പും മുളകും ഇട്ട് കഴിച്ചായിരുന്നു. അപ്പോൾ അമ്മച്ചിയോട് ചോദിച്ച് വേറെ മാങ്ങയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു പറമ്പിൽ പോയി പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കിടക്കുന്നതാണ് നമ്മുടെ മാങ്ങകൾ. അപ്പോൾ നമ്മളത് പറിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു 7 മാങ്ങയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ മാങ്ങ അച്ചാറാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം മാങ്ങ തൊണ്ട് അരിഞ്ഞ് എടുക്കുകയാണ്, അതിൻ്റെ തൊലി ചെത്തി കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മളത് ചെറുതായിട്ട് അരിയണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം പൂളി എടുക്കുന്നു, മാങ്ങയുടെ കഷ്ണങ്ങൾ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യം പൂളി എടുക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അച്ചാർ ഇടുമ്പോൾ ചെറുതായിട്ട് അരിയില്ല, അതുപോലെ. അപ്പോൾ നമ്മളിപ്പോൾ പൂളി എടുത്തിട്ടുണ്ട്, നമ്മളിനി ചെറുതായിട്ട് അരിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പൂളി വെച്ച മാങ്ങ അരിയാൻ തുടങ്ങുകയാണ്. അപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അരിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെയായി വരും. അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഇടേണ്ടത്. ഇവിടെ എനിക്ക് ആവശ്യമായത് 1 ടേബിൾ സ്പൂണാണ്, അതാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പും മുളക് പൊടി ഇട്ട് ഇളക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമായ എന്തോരമാണ് അതിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഇളക്കി യോജിപ്പിച്ച ചിത്രമാണ്. ഇനി നമുക്ക് വീണ്ടും ആവശ്യമായ സാധനങ്ങൾ 2 ഇഞ്ച് ചെറുതായിട്ട് അരിഞ്ഞത്, 2 ഇഞ്ച് ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, 8 വെളുത്തുള്ളി നടുവേ മുറിച്ച് തൊലി പൊളിച്ചത്. ഇനി നമ്മൾ ചീനച്ചട്ടിയെ ഗ്യാസിലേക്ക് വെക്കുകയാണ്. അതിൻ്റെ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ആവശ്യത്തിനനുസരിച്ച്. അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ 2 തണ്ട് കരിയാപ്പില ഇട്ട് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു, വെളുത്തുള്ളിയും. ഇനി അത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നു. ഒന്ന് വാടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി ചേർക്കുന്നു ആവശ്യത്തിനനുസരിച്ച്. ഇവിടെ ആവശ്യം 1 ടേബിൾ സ്പൂണാണ്, നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, മല്ലിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതും ചേർത്ത് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ഉപ്പും മുളകും തിരുമ്മി വെച്ച നമ്മുടെ മാങ്ങ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് ചൂടാക്കുക. ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ ഉപ്പ് കുറവായിരിക്കും, അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു, നല്ല ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുകയുള്ളൂ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ. അപ്പോൾ നമ്മൾ ഇതാണ് ഉണ്ടാക്കിയ അച്ചാർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.